പിറ്റേ ദിവസമായി. കമ്പനിയിൽ എന്തോ അത്യാവശ്യം വന്നതിനാൽ ആവുവിനെ ഡ്രോപ്പ് ചെയ്യാൻ കണ്ണനെ ഏൽപ്പിച്ച് ആരവ് പോയി. ആവുവിന് തീരെ താല്പര്യമില്ലായിരുന്നു കണ്ണന്റെ കൂടെ പോകാൻ. അന്ന് വൈകുന്നേരമായി. പുതിയ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് ആവുവിന് ആരവിനോട്. പണ്ട് തൊട്ടേ ആവുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരവാണ്. അവളോട് പറയാതെ അവൾ ഒന്നും ചെയ്യാറില്ല. അവൾ ഏറ്റവും കൂടുതൽ വായാടിയാകുന്നതും അവന്റെ അടുത്ത് തന്നെയാണ്. അവൾ പറയുന്നതൊക്കെ അവൻ കേട്ടിരിക്കും. അവളൊന്നും പറഞ്ഞില്ലെങ്കിൽ അവൻ പറയിപ്പിക്കും. പക്ഷെ ഇന്നൊന്നും കേൾക്കാൻ അവൻ താല്പര്യം കാണിച്ചില്ല. കണ്ണനും അത് ശ്രദ്ധിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. പഴയ ആരവിനെയേ അല്ല അവർ കണ്ടത്. അവർ ഇരുവരും ആ മാറ്റം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു മാസം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു രാത്രി 3 പേരും ഒരു കടൽ തീരത്ത് ഇരിക്കുകയായിരുന്നു. ചുറ്റും ആളുകളൊന്നുമില്ല. അവർ 3 പേരും മാത്രം. ആ നിശബ്ദതയെ കണ്ണൻ തകർത്തു. എടാ, കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. നിനക്ക് എന്താ പറ്റിയേ? അന്ന് നാട്ടിൽ പോയി വന്നേ പിന്നെ തുടങ്ങിയതാ. അതെ, ഞാനും ശ്രദ്ധിക്കുന്നു. ഏട്ടൻ ഓക്കെ അല്ലേ? ആരും എഴുന്നേറ്റു. അന്ത്യമില്ലാത്ത ആ കടലിനെ നോക്കി നിന്നു. അവർ ഇരുവരും കുറച്ചുനേരം നിശബ്ദത പാലിച്ചു. അവൻ പറഞ്ഞു തുടങ്ങി. ആ വശ്യ മനോഹാരിതയെ കുറിച്ച്, അവന്റെ ഉറക്കം കെടുത്തുന്ന ആ സുന്ദര സ്വപ്നത്തെ കുറിച്ച്, ആ സുന്ദരിയെ കുറിച്ച്. എന്റെ ഏട്ടന് വട്ടായോ? എന്റെ ആരു, നിന്റെ പ്രശ്നം എന്താ? ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്റെ പ്രശ്നം മനസ്സിലാവുന്നില്ലേ? എത്ര ദിവസം ഞാൻ മനസ്സമാനത്തോടെ ഉറങ്ങിയിട്ടെന്നറിയോ? അതൊക്കെ ഏട്ടന്റെ വെറും തോന്നലായിരിക്കും. ആയിരിക്കാം. എന്നാലും ഒരു മാസമായിടി, ഒരേ സ്വപ്നവും ഒരേ ആളും. ഭ്രാന്താവുന്നുണ്ട് എനിക്ക്. നീ അതൊക്കെ വിട്. എന്നിട്ട് വേറെ എന്തിലേലൊക്കെ ഇൻവോൾവ് ആവാൻ നോക്ക്. വാ, നേരെ ഒരുപാട് വൈകി. നാളെ ക്ലാസ്സിലതാ. നിങ്ങൾക്കും പോണ്ടതല്ലേ? അവർ മൂവരും ആ സംഭാഷണം കടൽത്തീരത്ത് ഉപേക്ഷിച്ച് വീട്ടിലേക്ക് യാത്ര തിരിച്ചു. വീണ്ടും ഒരു മാസം കൂടെ കടന്നുപോയി. ആരവന്റെ മനസ്സ് ദിവസം കൂടുന്തോറും അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു. കണ്ണനും ആവുവും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ 3 പേരും വീണ്ടും ആ കടൽ തീരത്ത് വന്നിരുന്നു. എടാ, നീ ഇനി അതൊന്നും വിട്ടില്ലേ? വിടാൻ പറ്റുന്നില്ലടാ. ഏട്ടാ, ഞാൻ ഐഡിയ പറയട്ടെ. എന്താ? എല്ലാം തുടങ്ങിയത് തറവാട്ടിൽ നിന്നല്ലേ? ഏട്ടൻ തറവാട്ടിൽ പോയി കുറച്ചു ദിവസം നിൽക്കുക. അല്ലേ തന്നെ ഒരു സ്വസ്ഥതയില്ല. ഇനി അവിടെയും കൂടെ പോയി നിന്നിട്ട് ഉള്ള മനസ്സമാധാനം കൂടെ ഇല്ലാതാക്കണം. അവള് പറയുന്നതിലും കാര്യമുണ്ട്. നീ കുറച്ചു ദിവസം അവിടെ പോയി നിൽക്കുക. ഇരുവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ആരോ മനസ്സില്ലാ മനസ്സോടെ തറവാട്ടിലേക്ക് തിരികെ പോവാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ യാത്ര പുറപ്പെട്ടു. 8 മണിക്കൂറോളം നീണ്ട യാത്രയ്ക്കൊടുവിൽ അവൻ തറവാട്ടിലെത്തി. മുത്തശ്ശി അവന്റെ വരവ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. നീ വരുമെന്ന് എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ. ഞാനാണെങ്കിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കഞ്ഞി മാത്രമേ ഉള്ളൂ. അത് ശരി. എന്നിട്ടാണോ? എനിക്കത് മതി, ധാരാളം. എന്നാലും നീ എന്തേ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? എനിക്ക് എന്റെ മുത്തീനെ ഒന്ന് കാണാൻ തോന്നി. അത് വെറുതെ. സത്യമായിട്ടും. അപ്പൊ നാളെ തന്നെ പോവായിരിക്കും അല്ലേ? ആ, ഒരുപാട് യാത്ര ചെയ്തതല്ലേ. പോയി കുളിച്ചിട്ട് വാ. നേരം കടന്നുപോയി. മുത്തശ്ശി ഉറക്കത്തിലാണ്. ആരോ മുറിയിലെ ജനലരികിൽ ആരെയോ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവന്റെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് കാറ്റ് ആഞ്ഞു വീശി. നിശാഗന്ധി പൂക്കുവാൻ തുടങ്ങി. ചന്ദ്രൻ പതിവിലും പ്രഭയോടെ കാണപ്പെട്ടു. എനിക്കറിയാമായിരുന്നു നീ തിരിച്ചു വരുമെന്ന്. അവിടെ ആരെ നോക്കുക? ഞാൻ ഇവിടെ അല്ലേ ഉള്ളത്. ആരാണെന്നോ? നീയല്ലേ ഞാൻ വരുന്നില്ലെന്ന് പരിഭവം പറഞ്ഞത്? ഞാനോ? എപ്പോ? അത് ശരി. അപ്പൊ നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ അനവദ്യ. അനവദ്യോ? ഏത് അനവദ്യ? ഇത് നല്ല കഥ. ഞാനാ. ഏത് ഞാൻ? അപ്സരസാടോ. എന്താ ചിരിക്കുന്നത്? തമാശ കേട്ടാ പിന്നെ ചിരിക്കാതെ. അപ്സരസേ? ഞാൻ തമാശയൊന്നല്ല പറഞ്ഞത്. ശരിക്കും ഞാൻ അപ്സരസ. ആഹാ. എന്നിട്ടോ? നീ ഈ പാതിരാത്രി ആളെ പറ്റിക്കാൻ ഇറങ്ങിയതാ? അവൻ ആ ചിരിയോടെ തന്നെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതാ അവൾ അവിടെയും നിൽക്കുന്നു. ഇപ്പൊ വിശ്വസിച്ചോ ഞാൻ അപ്സരസാണെന്ന്? ഇല്ല, വിശ്വസിച്ചില്ല. നിങ്ങൾ ടിൻസ് ആണെങ്കിലോ? ഞാനും കുറെ സിനിമ കണ്ടതാ. എന്നാ പിന്നെ നിന്നെ വിശ്വസിപ്പിച്ചിട്ട് തന്നെ കാര്യം. കണ്ണടക്കേ? ഞാൻ കണ്ണടക്കില്ല. നീ എന്നെ എന്തെങ്കിലും ചെയ്താലോ? അയ്യടാ, കൊള്ളാലോ ആശ. കണ്ണടക്കടാ.
വിശ്വാസമായോ? എന്ത്? ഇപ്പൊ വിശ്വാസമായോന്ന്? ഞാൻ സ്വപ്നം കാണുകയാണെന്നാ തോന്നുന്നേ. അത് ശരി, ഇത്രയൊക്കെ ചെയ്തിട്ട് നീ സ്വപ്നം കാണുകയാണെന്നല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. അതേ സ്വപ്നായിരുന്നു. സമാധാനായി. സമാധാനിക്കാൻ വരട്ടെ. ദേ പിന്നെ നീ ഏതാ? ഞാൻ പറഞ്ഞില്ലേ, അപ്സരസ്. ആ, അപ്സരസ്. ഇപ്പൊ ഞാൻ വിശ്വസിച്ചു. ഇനി ഒന്ന് പോയി തരുമോ? അത് ശരി, നീ വിളിച്ചിട്ടാ ഞാൻ വന്നത്. അതും എത്ര ദൂരത്തുനിന്നാണെന്ന് നിന്റെ വിചാരം? എത്ര ദൂരത്തുനിന്നാ? അത് നിന്നെ കൊണ്ട് അളക്കാൻ പറ്റില്ല. ഞാൻ അങ്ങ് സ്വർഗത്തിൽ നിന്നാ വരുന്നേ. അല്ലാതെ നിന്നെ പോലെ ആ കാറിന്റെ ഉള്ളിൽ കയറി ഇരുന്ന് പറപ്പിച്ചു വരുമല്ല. അപ്പൊ മേഡം എങ്ങനെയാ വന്നത്? ഫ്ലൈറ്റ് പിടിച്ചോ അതോ പുഷ്പക വിമാനത്തിലോ? ദേ വേണ്ടാട്ടോ. നിനക്ക് സ്വർഗത്തിൽ വേറെ ഒരു പണിയില്ലേ? ഇല്ലാത്തോണ്ടല്ലേ ഇങ്ങോട്ട് വന്നേ. ഐ എം ടയർഡ് ഓഫ് ദിസ്. നീ ഇവിടെ നിന്ന് നിന്റെ മാജിക് കാണിക്കും. ഞാൻ പോവാ. അവൻ അതും പറഞ്ഞ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൾ പിന്നാലെ. അവൻ മുത്തശ്ശിയുടെ മുമ്പിലെത്തി. അവളും. അതിന് ഞാനെന്തിനു പോണം? പോകാനല്ലേ പറഞ്ഞു, പോവോ? നീ എന്താ ഈ കഥകളി കാണിക്കുന്നത്? പൊടി, ഇവിടെ ഭയങ്കര പൊടി. നിനക്ക് കുറച്ച് വട്ട കുടുങ്ങിയിട്ടുണ്ട്. നാളെ ഒരു ചരട് ജപിച്ച് കെട്ടിത്തരാം. കാണാൻ പറ്റൂലേ? ഇല്ല, നിനക്ക് മാത്രം എന്നെ കാണാനും കേൾക്കാനും പറ്റും. എന്റെ ദൈവമേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നിനക്കെന്നെ കാണാനിട്ടൊരു മനസ്സമാധാനം ഇല്ലായിരുന്നല്ലോ. നിന്നെ കാണാഞ്ഞിട്ടല്ല, നിന്നെ കണ്ടിട്ട്. ഓഹോ, അങ്ങനെയാണോ? ശരി, ഞാനെന്നാ പോയേക്കാം. പക്ഷെ ഇന്ന് രാത്രിക്കുള്ളില് നീ എന്നെ അന്വേഷിച്ചു വരും. എന്റെ പട്ടി വരും. അതിവിടെ പട്ടിയില്ലല്ലോ. ഓ, ഞാൻ വരില്ല. പോരെ? വരും. ഞാൻ ആ കുളത്തിനടുത്തുള്ള മരത്തിന് ചുവട്ടിലുണ്ടാവും. നേരം ഉച്ചയോടടുത്തു. തറവാട്ടിലെ ഏകാന്തത ആരവിനെ ചിന്തകളുടെ മാന്ത്രിക ലോകത്തിൽ തറച്ചിട്ടു. മനസ്സിൽ അനവധിയുടെ വാക്കുകൾ നിറഞ്ഞു. അവൻ നിശബ്ദമായി മന്ത്രിച്ചു. അനവധ്യ. അന്ന് രാത്രിയല്ലേ ഞാൻ അവളെ ആദ്യമായി കണ്ടേ. അതിനു മുമ്പ് ഞാൻ അവളെ കണ്ടിട്ടില്ലല്ലോ. ആദ്യ കാഴ്ചയിൽ തന്നെ ഒരാളുടെ മനസ്സിന് മറ്റൊരാൾക്ക് കീഴടക്കാൻ കഴിയുമോ? ഇതിനു മുമ്പ് ഒരുപാട് പെൺപിള്ളേരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരാരും എന്റെ ചിന്തയെ കീഴടക്കാൻ മാത്രം പ്രാപ്തരല്ലായിരുന്നു. അവള് മാത്രം എന്തിനാ എന്റെ ചിന്തകളെ വിടാതെ പിന്തുടരുന്നത്, എന്റെ സ്വപ്നത്തിൽ ഉണർന്നിരിക്കുന്നത്? ഇനി ശരിക്കും അവൾ അപ്സരസാണോ? 1000 ചോദ്യങ്ങൾ മിന്നൽ പോലെ അവന്റെ മനസ്സിലൂടെ കടന്നുപോയി. ആ ചോദ്യങ്ങൾക്കെല്ലാം അവൻ ഉത്തരം വേണം. പക്ഷെ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചു. രാത്രിക്കുള്ളിൽ അവളെ കാണാൻ പോകുമെന്ന് പറഞ്ഞതല്ലേ. അവളുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ അവൻ തയ്യാറല്ല. വിഹായസിൽ തെളിഞ്ഞു നിന്ന ദീപം പതിയെ അണയാൻ തുടങ്ങി. പകരം ആയിരക്കണക്കിന് തീപ്പൊരികൾ പ്രത്യക്ഷപ്പെട്ടു. ആവ വിവരങ്ങൾ അന്വേഷിക്കാൻ വിളിച്ചിരുന്നു. ആരുമില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു സൂചി നിലത്ത് വീണാൽ പോലും കേൾക്കും. ആവു കണ്ണിനോട് മിണ്ടില്ലെന്ന് പ്രതിജ്ഞ എടുത്തതല്ലേ. ആരോ വിശേഷങ്ങളെല്ലാം പറഞ്ഞു. രാത്രി ഏറെ ഇരുട്ടി. മുത്തശ്ശി ഭക്ഷണവും സീരിയലും കഴിഞ്ഞുറങ്ങി. ആരവന് തന്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. മനസ്സിൽ മിന്നിമറയുന്ന ചോദ്യങ്ങളെ. അവസാനം അവൻ തോൽവി സമ്മതിച്ചു. അവളെ തേടി കുളക്കടവിലേക്ക് പോയി. അനവധ്യ ആരവനെ പ്രതീക്ഷിച്ചിരിപ്പാണ്. ഞാൻ പറഞ്ഞതല്ലേ നീ വരൂന്ന്. നിനക്ക് ഒരുപാട് സംശയങ്ങളുണ്ടല്ലേ? ശരി, ഓരോന്നായി പോരട്ടെ. നീ ശരിക്കും അപ്സരസാണോ? അതേലോ. സത്യം പറ, ഇതാവു തന്ന കൊട്ടേഷൻ അല്ലേ? എന്നെ കണ്ട ഒരു ഗുണ്ടയെ പോലെ തോന്നുക? അതല്ല, ഇതൊരു പ്രാങ്ക് അല്ലേ? പ്രാങ്ക് അല്ല, പ്രാന്ത്. നിനക്ക് ഞാൻ കഷ്ടപ്പെട്ട് ഒരുങ്ങിക്കെട്ടി ഭൂമിയിലേക്ക് വന്നിട്ട് പ്രാങ്ക് ആണോ? അപ്സരസ് ഭൂമിയിലൊക്കെ വരുമോ? വരും. ഈ അപ്സരസ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊന്നും മുത്തശ്ശി പറഞ്ഞില്ലേ, സ്വർഗത്തിലെ നർത്തകിമാർ. അത് ശരി. അപ്പൊ സ്വർഗത്തിൽ ഇവിടെ പറയുന്നത് ഒളിച്ചിരുന്ന് കേൾക്കലല്ലേ പണി? അയ്യടാ, എന്റെ പണി നൃത്തമാണ്. അപ്പൊ ഡാൻസ് ഒക്കെ അറിയോ? നർത്തകിമാർക്ക് പിന്നെ നൃത്തം അറിയാതെ എന്ത് ചോദ്യം ആരും? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നീ വിളിച്ചിട്ട് എന്തേ ചിരിച്ചത്? അടുത്ത സംശയം എന്താ? എന്തുകൊണ്ടാണ് അവൾ മനസ്സിൽ നിന്ന് പോകാത്തത് എന്ന് അവന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവനൊന്നും ചോദിച്ചില്ല. അവന്റെ മനസ്സ് വായിക്കാൻ അറിഞ്ഞിട്ടും അവളൊന്നും മിണ്ടിയതുമില്ല. ഞാൻ പോയി കിടക്കട്ടെ, ഉറക്കം വരുന്നു. ആദ്യം പറഞ്ഞത് ശരി, രണ്ടാമത്തേത് എന്തേ? ശരിക്കും ഉറക്കം വരുന്നുണ്ടോ? നീ എവിടെ കിടക്ക? ഇത്രയും വലിയ ഭൂമിയില് എനിക്ക് കിടക്കാനാണോ സ്ഥലമില്ലാത്തത്? അപ്സരസ് ഉറങ്ങോ? അതെന്താ ഞങ്ങൾക്ക് ഉറങ്ങണ്ടേ? ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഓ ആയിക്കോട്ടെ. അവൻ മുറിയിലേക്ക് നടന്നു. പോകുന്ന വഴിയിൽ പാതിചാരിയ മുത്തശ്ശിയുടെ കഥകളിലൂടെ അവൻ എത്തി നോക്കി. നല്ല ഉറക്കമാണ്. കയ്യിൽ രാമായണമുണ്ട്.
അവൻ പതിയെ അടുത്തേക്ക് പോയി ആ പുസ്തകം കയ്യിൽ നിന്നും വാങ്ങി അടുത്തുള്ള മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കിടന്നു. കാച്ചിയ എണ്ണയുടെ മണം അവൻ അറിഞ്ഞു. മുത്തശ്ശി അവന്റെ നെറുകയിലൊന്ന് ചോദിച്ചു. അവൻ കണ്ണുകൾ അടച്ചു. മുത്തശ്ശി അവന്റെ മുടിയിഴകളിലൂടെ വിരലുകൾ ഓടിച്ചു. അവന്റെ മനസ്സിൽ അനവധിയാണ്. പക്ഷെ ഒരുപാട് ദിവസത്തിന് ശേഷം അവൻ സുഖമായി ഉറങ്ങി. വർഷങ്ങൾക്ക് ശേഷം അവന്റെ മുത്തശ്ശിയുടെ ചൂടിൽ ഒരിക്കൽ കൂടെ